قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنساب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി റഹ്മുർ-റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് മദ്യവും മയക്കുമരുന്നും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മയക്കുമരുന്ന് വിറ്റതിൻ്റെ പേരിലും കടത്തിയതിൻ്റെ പേരിലും ഒക്കെ പിടികൂടപ്പെട്ട അതിൻ്റെ വാർത്തകൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എല്ലാ ദിവസത്തെ പത്രങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിൻ്റെ നമ്മുടെ സമൂഹത്തിലെ വ്യാപനം എന്ന് പറയുന്നത് ഏതൊരാളെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ വല്ലാണ്ട് ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. അത്രക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് പറയാൻ കാരണം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടല്ല, മദ്യവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ തൃശ്ശൂർ തൃപ്രയാർ നാട്ടിക സെൻറ്ററിന് സമീപം കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് വരുന്ന ഒരു ലോറി ഡ്രൈവറും ക്ലീനറും മദ്യപിച്ച് ഓടിച്ചതിൻ്റെ പേരിൽ 5 പേർ അതിദാരുണമായി കൊല്ലപ്പെടുകയും 6 പേർ ഗുരുതരമായ പരിക്കുകളുടെയും ആശുപത്രിയിലാക്കിയ വാർത്ത കേരളത്തെ വല്ലാണ്ടൊന്നും ഞെട്ടിക്കുകയോ അല്ലെങ്കിൽ അത് ഗൗരവമേറിയ ഒരു പരിഗണന ആ വാർത്തക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ വേണ്ടത്ര അളവിൽ കിട്ടിയിട്ടില്ല എന്നും നമുക്ക് പറയേണ്ടി വരും. വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസൊന്നും ആയിരുന്നില്ല ആ വാർത്ത, പത്രങ്ങളിൽ വന്നിരുന്നു. അതിനൊരു പ്രധാന കാരണമായിട്ട് തോന്നുന്നത് അതിൽ കൊല്ലപ്പെട്ടത് മലയാളികളായിരുന്നില്ല, പകരം നാടോടികളായിരുന്നു. അതുകൊണ്ടായിരിക്കാം അതിന് വേണ്ടത്ര അളവിൽ ഒരു ഗൗരവഭാവം കിട്ടാതെ പോയത്. കാളിയപ്പൻ, നാഗമ്മ, രാജേശ്വരി, വിശ്വ, ശിവ എന്നീ പേരുകളിലുള്ള ആളുകളായതുകൊണ്ടായിരിക്കാം, അഥവാ നാടോടികളായതുകൊണ്ടായിരിക്കാം വേണ്ടത്ര അളവിൽ അതിനൊരു ഗൗരവം കിട്ടാതെ പോയത്. നമുക്കറിയാം, പത്രങ്ങളൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഈ കറൻറ്റ് മന്തിലെ, അഥവാ ഇപ്പോൾ ഇത് നവംബറാണല്ലോ, മദ്യം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ, മദ്യമുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ നവംബർ മാസത്തിലെ മാത്രം പത്രമൊന്ന് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകും. ഏതൊരു കാര്യവും ദൈനംദിനം സംഭവിക്കുമ്പോൾ നമുക്ക് അതൊരു സാധാരണമായിട്ട് തോന്നും. അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുക സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡെയിലി സംഭവിക്കുന്നത് കൊണ്ട്
നമ്മളും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കില്ല. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളൊന്നും മദ്യപിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ മദ്യപിച്ചില്ലെങ്കിലും മദ്യം വഴി നമ്മൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന അവസ്ഥാവിശേഷം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം മദ്യപിച്ച ഒരാൾ വണ്ടി ഓടിച്ച് നമ്മുടെ വണ്ടിക്ക് നേരെയോ നമുക്ക് നേരെയോ ഫുട്പാത്തിലൂടെ നടക്കാനിറങ്ങുന്ന നമുക്ക് നേരെയോ ഓടിച്ച് കയറ്റിയാൽ നമ്മൾ മദ്യപിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ കറൻറ്റ് മന്തിലെ അഥവാ ഈ ഒരു നവംബർ മാസത്തിലെ വാർത്തകൾ മാത്രം ഞാൻ ഈ വിഷയത്തിലൊന്ന് പരിശോധിച്ചപ്പോൾ അതീവ ഗൗരവമാണിത് എന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന് നിങ്ങൾ കേട്ടോളൂ. ഈ നവംബർ മാസത്തിൽ മാത്രം നടന്ന മദ്യവുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്നല്ല, മദ്യവുമായി മാത്രം ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ. നവംബർ 2-ാം തീയതി കാസർഗോഡ് മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് തല ചുമരിലിടിച്ച് മാതാവ് മരണപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ടത് 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള മകനാണ്. നവംബർ 8-ാം തീയതി പെരുമ്പാവൂർ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം. വൈദികനെതിരെ കേസെടുത്തു. ജോയി നന്ദിക്കുന്നേലാണ് ഈ വൈദികൻ്റെ പേര്. നവംബർ 14-ാം തീയതി കാക്കനാട് മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം സൃഷ്ടിച്ച ഇൻഫോ പാർക്ക് SI B ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. ശ്രീജിത്ത് ഓടിച്ചിരുന്ന കാർ ഒരു കാറിലും 2 ബൈക്കിലും ഇടിച്ചു. നവംബർ 22 തൊടുപുഴ മദ്യത്തിൽ ബാറ്ററി വാട്ടർ ചേർത്ത് കഴിച്ചതിൻ്റെ പേരിൽ യുവാവ് ജോബിൻ 40 വയസ്സ് മരണപ്പെട്ടു. നവംബർ 25 ശബരിമല ഡ്യൂട്ടിക്കെത്തിയ എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ MT അജിമോൻ 46 വയസ്സ് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് നിലയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നവംബർ 26 ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച നാട്ടികയിൽ നടന്ന 5 പേർ കൊല്ലപ്പെടുകയും 6 പേർ അതീവ ഗുരുതരമായി ആശുപത്രിയിലാക്കപ്പെടുകയും ചെയ്ത നവംബർ 26. ഇന്ന് നവംബർ 29 നിങ്ങളൊന്ന് പത്രം എടുത്തു നോക്കുക. കോട്ടയം പരശുറാം എക്സ്പ്രസ്സിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും യാത്രക്കാരെയും പോലീസുകാരെയും ആക്രമിക്കുകയും ചെയ്ത 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് ഈ ഒറ്റ മാസത്തിൽ മാത്രം നടന്ന ഒരു പത്രത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത വിവരമാണ് ഈ പറഞ്ഞത്. മദ്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ സംഭവം. ഇനി സവിശേഷമായൊരു വാർത്ത ഈ കൊല്ലത്തിൽ നടന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഏപ്രിൽ 10 ഈ വർഷം ഏപ്രിൽ 10-ാം തീയതി മദ്യപിച്ച് ജോലിക്കെത്തിയ വനിതാ പൈലറ്റിന് 3 മാസത്തെ സസ്പെൻഷൻ. ഡ്രൈവർക്കല്ല, വനിതാ പൈലറ്റിന്. ഡൽഹി ഹൈദരാബാദ് 780 ബോയിങ് 787 ഓടിക്കാൻ അവർ വന്നപ്പോഴാണ്, അത് പറത്താൻ വേണ്ടി വന്നപ്പോഴാണ് ഗേറ്റിൽ വെച്ച് അവർ മദ്യപാനിയാണ് എന്ന് മനസ്സിലാക്കി അവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. സെപ്റ്റംബർ 17 കഴിഞ്ഞ മുന്നത്തെ മാസം കൊല്ലം മദ്യപിച്ച് വാഹനമോടിച്ച് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചിട്ടു എന്ന് മാത്രമല്ല, ആളുകൾ ഓടിക്കൂടിയപ്പോൾ വണ്ടി അവിടെ നിർത്തൂ എന്ന് പറഞ്ഞിട്ട് ആ സ്കൂട്ടർ യാത്രക്കാരിയുടെ ശരീരത്തിലൂടെ അവൻ ആ കാറ് ഓടിച്ച് കയറ്റി മറിച്ചു. അതിനകത്തെ പ്രതി ഒരു മുസ്ലിമാണ്. ഒക്ടോബർ 2 മദ്യം വാങ്ങാൻ പണം നൽകാത്തതിന് അമ്മയെ കൊന്നു എന്ന് മാത്രമല്ല, അമ്മയുടെ മൃതദേഹം കറിവെച്ച് കഴിച്ചു. അവനെതിരെയുള്ള വധശിക്ഷ ബോംബെ ഹൈക്കോടതി ശരിവച്ചു. അവൻ്റെ പേര് സുനിൽ കുച്ച്കൊരവി എന്നാണ് എൻ്റെ പേര്. മദ്യം മനുഷ്യൻ്റെ മനോനിലയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എത്രമാത്രം ഗുരുതരമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി രസകരമായൊരു സംഗതി, ഏപ്രിൽ 30 പത്തനാപുരം ഡിപ്പോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ, ബഹുമാന്യനായ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ നാടാണ്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഡിപ്പോയാണ് ഈ പത്തനാപുരം ഡിപ്പോ. പത്തനാപുരം ഡിപ്പോയിൽ KSRTC വിജിലൻസ് സ്ക്വാഡ് മദ്യപിച്ച് വരുന്നവരെ പിടികൂടാൻ വേണ്ടി ഒരു മിന്നൽ പരിശോധന നടത്തി. 2 പേരെ പിടികൂടി. ഇവരെ പിടികൂടിയതോടുകൂടി ഈ വാർത്ത ലീക്ക് ഔട്ട് ചെയ്ത് 13 ഡ്രൈവർമാർ അന്ന് മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്തു. കാരണം എന്താ അവർ അവധിയെടുത്തത്? ആ 13 മദ്യപാനികളാണ്. അതുകൊണ്ട് അവർ അവധിയെടുത്തു എന്ന് മാത്രമല്ല, ഇപ്പേരിൽ മാത്രം 14 സർവീസ് അന്നേ ദിവസം മുടങ്ങി. പല ഇടങ്ങളിലേക്ക് പോകേണ്ട സർവീസ് മുടങ്ങി.
2022 ഡ്രങ്ക് ഡ്രൈവിങ്ങിൻ്റെ പേരിൽ അഥവാ വെള്ളമടിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത്, നമ്മുടെ രാജ്യത്ത് കൊല്ലപ്പെട്ടത് 4201 മനുഷ്യന്മാരാണ്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മിനിസ്ട്രി മന്ത്രാലയം പുറത്തുവിട്ട വിവരമാണിത്. ഒരു കൊല്ലത്തിൽ 2022 4201 ആളുകളാണ് മറ്റുള്ളവർ മദ്യപിച്ച് വാഹനമോടിച്ചതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. കേരളത്തിൽ 2023 ഈ കഴിഞ്ഞ വർഷം റോഡ് ആക്സിഡൻ്റ് ഉണ്ടായത് 48,091 റോഡ് ആക്സിഡൻറ്റുകളാണ് ഉണ്ടായത്. അതിൽ കൊല്ലപ്പെട്ടത് 4080 ഔദ്യോഗികമായ കണക്ക് പ്രകാരം വെറും 21 ആളുകളാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചത് എന്നാണ് കണക്ക്. ആ കണക്ക് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഈ വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ച് കൊല്ലപ്പെട്ടു, നിയന്ത്രണം വിട്ട കാറ് ഇടിച്ച് കൊല്ലപ്പെട്ടു, നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിച്ച് കൊല്ലപ്പെട്ടു. വാർത്ത വരുന്നത് അങ്ങനെയാണ്. പക്ഷെ അത് അങ്ങനെ പെട്ടെന്നൊന്നും നിയന്ത്രണം പോയതല്ല. നിയന്ത്രണം പോകാനുള്ള കാരണം കക്ഷിയുടെ തന്നെ നിയന്ത്രണം പോയത് കൊണ്ടാണ് മദ്യപിച്ച്. അങ്ങനെയാണ് വണ്ടിയുടെ നിയന്ത്രണം പോയത്. എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഈ വാർത്തകളിൽ പലതും മദ്യപിച്ച് വാഹനമോടിച്ചതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ തെളിവാണ് പെരുമ്പാവൂർ ഒരു വൈദികൻ കാർ ഓടിച്ച് എങ്ങോക്കെ കൊണ്ടുപോയി കയറ്റി. വേറെ ആൾ മരണമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്ന് നിരവധി മദ്യക്കുപ്പികൾ പിടിച്ചെടുത്തു. അയാൾ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത്. ആ മദ്യപിച്ച് ഓടിക്കുന്ന വാഹനം പോകുന്നതിൻ്റെ ചിത്രങ്ങളുണ്ട്. ഇനി ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ i2i ചാനൽ, യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഈ വൈദികൻ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വാഹനം റോട്ടിൽ കിടന്ന് കാണിക്കുന്ന ആ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ഗൗരവമുള്ളൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമപത്രം പോലും ഈ വാർത്ത ശരിയായ അളവിൽ കൊടുത്തില്ല. കാരണം ഒന്ന്, അദ്ദേഹം വൈദികനാണ്. രണ്ടാമത്, കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരും കണ്ടില്ല ഇദ്ദേഹം മദ്യപിച്ച് ഓടിച്ചത്. ടെസ്റ്റ് നടത്തിയില്ല, മദ്യപാനിയാണോ എന്നുള്ള ടെസ്റ്റ് പോലും നടത്തിയില്ല. അന്നത്തെ വാർത്തകൾ പത്രത്തിൽ കൊടുക്കാനൊന്നും മടിച്ചു. പോലീസ് നേരെ ചൊവ്വേ കേസ് എടുത്തിട്ടില്ല. അത് മദ്യപിച്ച് വാഹനം ഓടിച്ച കേസേ അല്ല. അപ്പം ഇതുപോലുള്ള ഒരുപാട് കേസുകളുണ്ട്. അതുകൊണ്ട് കേസൊന്നും വളരെ കൃത്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് അത് 21 ഒതുങ്ങിപ്പോയത്. 21 അല്ല, 210 ആളുകളും ചിലപ്പോൾ ഓടിച്ചിട്ടുണ്ടാവുക ഈ മദ്യപിച്ചിട്ടായിരിക്കും. ഇക്കഴിഞ്ഞ ഓണത്തിന് സെപ്റ്റംബർ 6 മുതൽ സെപ്റ്റംബർ 17 വരെ മലയാളി കുടിച്ചു തീർത്തത് 818.21 കോടി രൂപയുടെ മദ്യമാണ്. ഈ കണക്ക് ഔദ്യോഗിക കണക്ക് മാത്രമാണ്. അനൗദ്യോഗികമായ കണക്ക് ഇതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 818 കോടി രൂപയുടെ മദ്യം മലയാളി കുടിച്ചതിന് ശേഷം ആ ദിവസങ്ങളിലും അതിനോടനുബന്ധിച്ചുണ്ടായ ദിവസങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളും ദുരന്തങ്ങളും, സ്ത്രീകളുടെ കണ്ണുനീരും കുട്ടികളുടെ നിലവിളികളും, നിരപരാധികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും എത്രമാത്രം വലുതായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരു മദ്യം മാത്രം, മയക്കുമരുന്ന് വേറെ സംഗതിയാണ്. മദ്യം കഴിച്ചതിൻ്റെ പേരിൽ മാത്രം ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളാണിത്. പക്ഷെ എന്തൊക്കെ തന്നെ ഉണ്ടായാലും അധികാരികൾക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്ന് മാത്രമല്ല, നിരോധിക്കുന്നതിനെക്കുറിച്ചുള്ള വിദൂര സാധ്യതയെക്കുറിച്ച് പോലും സർക്കാർ ആലോചിക്കുന്നില്ല. ഇത് പറയുമ്പോൾ 2023 ജൂലൈ മാസം 28 നമ്മുടെ എക്സൈസ് മന്ത്രി, ഇപ്പോൾ ഉള്ള എക്സൈസ് മന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇങ്ങനെയാണ്: മദ്യം ഒരു യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യ ബോധമില്ലാതെ സർക്കാരിന് പെരുമാറാനാകില്ല. ഇതാണ് എക്സൈസ് വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മദ്യം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് ഇന്ത്യയിലും ഒരു യാഥാർത്ഥ്യമാണ്. മദ്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളാണുള്ളത്, 8 യൂണിയൻ ടെറിട്ടറീസുമുണ്ട്. ഈ 28 സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മദ്യം ഒരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ ഓൾറെഡി മദ്യം ബാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ബീഹാർ, മറ്റൊന്ന് മിസോറാം, ഗുജറാത്ത്, നാഗാലാൻഡിൽ വല്ലാത്ത സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അത് നിരോധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപിലില്ല മദ്യം, ഗുജറാത്തിലില്ല മദ്യം. മദ്യം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഈ 4 സംസ്ഥാനങ്ങൾക്കും ഒരു യൂണിയൻ ടെറിട്ടറിക്കും നിരോധിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരുമ്മേലും കായ്ക്കും എന്നല്ലേ അതിനർത്ഥം. നമ്മുടെ തൊട്ട് അയൽവക്കത്തെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അവർ ആളുകൾക്ക് കൊടുത്തൊരു ഓഫറുണ്ട്.
മദ്യം നിരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഭാഗമായി 5329 മദ്യഷാപ്പുകളാണ് സർക്കാരിൻ്റെ കീഴിൽ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്. തങ്ങൾ കൊടുത്ത ഓഫർ പാലിക്കണമല്ലോ എന്ന് വിചാരിച്ച് അധികാരത്തിൽ കയറിയ തൊട്ടുടനെ തന്നെ 500 ബാറുകൾക്ക് താഴിട്ടു. പ്രതിപക്ഷം അതിനെ സ്വാഗതം ചെയ്തു. മുന്നോട്ടുള്ള പോക്കിൽ മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടാനുള്ള ശ്രമം അവർ നടത്തും എന്നും തീരുമാനമായിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊക്കെ സാധിക്കും, പക്ഷേ ആവശ്യമില്ല. ജനങ്ങളുടെ ക്ഷേമമല്ല ഉദ്ദേശിക്കുന്നത്. അവരവരുടെ സുഖവും അവരവരുടെ അധികാരം നിലനിർത്തലും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലുമാണ് എല്ലാ സർക്കാരുകൾക്കും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഡിഫറൻറ്റ് സിവിൽ കോഡ് ഉണ്ടായതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുക? ഒന്നും ഇവിടെ സംഭവിക്കില്ല. എന്നിട്ടും വ്യത്യാസങ്ങളൊക്കെ മാറ്റിയിട്ട് യൂണിഫോം സിവിൽ കോഡ് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നമ്മുടെ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡിഫറൻറ്റ് സിവിൽ കോഡ് ഉണ്ടായതുകൊണ്ട് ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? ഹിന്ദുക്കൾക്ക് അവരുടെ സിവിൽ കോഡ്, ക്രിസ്ത്യാനികൾക്ക് അവരുടെ സിവിൽ കോഡ്, മുസ്ലിങ്ങൾക്ക് അവരുടെ സിവിൽ കോഡ്, മറ്റുള്ളവർക്ക് അവരുടെ സിവിൽ കോഡ് ഇവിടെ ഉണ്ടായതുകൊണ്ട് എത്ര നിലവിളികൾ ആ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഭരണഘടനയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനു മുമ്പേ ഭരണഘടനയിൽ ഉണ്ട്, മദ്യത്തെക്കുറിച്ച് ഉണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മദ്യത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് മദ്യം നിരോധിക്കണം, അഥവാ ഒത്തിരി സ്ത്രീകളുടെ നിലവിളി ഓരോ നിമിഷവും ഒത്തിരി സ്ത്രീകളും കുട്ടികളും അവരുടെ കണ്ണുനീര് ധാരധാരയായി ഈ ഇന്ത്യയുടെ ഭൂമുഖത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് നിരോധിക്കണം എന്ന് ഇവർക്ക് ആർക്കും തോന്നുന്നില്ല. ഉടനെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. അതിനപ്പുറം മദ്യം നിരോധിക്കണമെന്ന് ഇവർക്ക് തോന്നാത്തതുകൊണ്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ, ജനങ്ങളുടെ ക്ഷേമമോ ജനങ്ങളുടെ നന്മയോ അല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം ഇവരുടെ തലയിൽ കയറിയിട്ടുള്ളത് മദ്യം കുടിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ മത്താണ്, വർഗീയതയുടെ മത്താണ് ഇവരുടെ തലയിൽ കയറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് മദ്യം നിരോധിക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കാതെ അവർ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അവർ ഗൗരവതരത്തിൽ ആലോചിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട വേറൊരു സംഗതിയാണ്, മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ബുദ്ധി, യുക്തിബോധവും അതുപോലെ തന്നെ ശാസ്ത്രബോധവും സ്വതന്ത്ര ചിന്തയുടെയും ഒക്കെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ കയറിയിരുന്ന് തള്ളിമറിക്കുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന്റെ പകുതിയാണ് അനന്തര സ്വത്തുള്ളൂ എന്ന് അവർ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വത്തവകാശം പുരുഷനേക്കാൾ പകുതിയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഈ പകുതിയാണ് എന്നുള്ളത് നീതിയല്ല, അത് ഒപ്പം ആക്കേണ്ടതുണ്ട്, എങ്കിലേ സമത്വമാവുകയുള്ളൂ എന്നൊക്കെ വിളിച്ചു പറയുന്നത് നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇക്കാലമായിട്ടും ഒരു കളക്റ്റീവായിട്ട് മുസ്ലിം സ്ത്രീകൾ ഇത് പറഞ്ഞൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടില്ല. ഞങ്ങൾക്ക് പകുതി പോരാ, ഞങ്ങൾക്ക് ഫുൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ ഇവിടെ എന്തെങ്കിലും പ്രതിഷേധം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അഥവാ ഈ പറയുന്ന ആണിന്റെ പകുതിയാണ് പെണ്ണിന് എന്നുള്ള വ്യവസ്ഥ മാറ്റി ആണിനും പെണ്ണിനും തുല്യം വേണം എന്ന് പറയും ചില മുസ്ലിം സ്ത്രീകൾക്ക് അത്ര ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ്. പക്ഷെ എങ്കിലും കളക്റ്റീവായിട്ടുള്ളൊരു പ്രതിഷേധം ഇതുവരെ നമ്മുടെ രാജ്യത്തോ ലോകത്തോ ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവർക്ക് സമത്വം ഉണ്ടാക്കാനാണ്, മുസ്ലിങ്ങളായ സ്ത്രീകൾക്ക് സമത്വം ഉണ്ടാക്കാനാണ് മുസ്ലിങ്ങളല്ലാത്ത എക്സ് മുസ്ലിങ്ങളും നവനാസ്തികരും സ്വതന്ത്ര ചിന്തകരും വലിയ അളവിൽ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവർക്കാർക്കും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, ഇവർക്കാർക്കും ഇവിടെ മദ്യം നിരോധിക്കണം എന്ന് ഇവർ പറയാറില്ല. മദ്യം നിരോധിക്കണമെന്ന് ഇവരാരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്? ഇതിൽ ഒറ്റ ഒരുത്തൻ മദ്യം നിരോധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ട് കാണില്ല. എന്നാൽ എത്രയോ സ്ത്രീകളുടെ കണ്ണീര് വീഴുന്നു, എത്രയോ കുട്ടികൾ അയ്യം വിളിക്കുന്നു, എത്രയോ നിരപരാധികൾ മരിച്ചു വീഴുന്നു, എത്രയോ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സമാധാനമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സ്വതന്ത്ര ചിന്തയുടെയും യുക്തിബോധത്തിന്റെയും ശാസ്ത്രബോധത്തിന്റെയും കുത്തക അവകാശപ്പെടുന്ന ഈ നാസ്തികരും നവനാസ്തികരും അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തകരൊന്നും അന്ന് നമുക്ക് മദ്യം നിരോധിക്കണം, സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വല്ലോടത്തും പറഞ്ഞ് നമ്മളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആയിരക്കണക്കിന് സ്ത്രീകൾ രാജ്യത്ത് പ്രതിഷേധവുമായിട്ട് രംഗത്തുണ്ട്.
മദ്യനിരോധന സമിതികൾ രംഗത്തുണ്ട്. അവരുടെ ഒപ്പം നിന്ന് ഇത് നിരോധിക്കണമെന്ന് പറയാൻ ഈ നാസ്തികന്മാരെ ഒരാളെയും നമ്മൾ കാണില്ല. എന്നാൽ ഇവിടെ ഒരൊറ്റ മുസ്ലിം സ്ത്രീയും പറയുന്നില്ല ഞങ്ങൾക്ക് ആണുങ്ങളുടെ അത്രയും തന്നെ വേണമെന്ന് പറഞ്ഞ് വല്ലവരും കേട്ടിട്ടുണ്ടോ? എന്നിട്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കാനാണ് ഇവർക്ക് ധൃതി കൂടുതൽ. എത്രമാത്രം വൈരുദ്ധ്യമാണ്! ഇവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ക്ഷേമമല്ല, അതിനപ്പുറം സമൂഹത്തെ അരാജകവൽക്കരിക്കണം. മദ്യം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ സമൂഹത്തെ നടക്കില്ലല്ലോ പണി. വ്യഭിചാരം സ്വതന്ത്രമാകണം, മദ്യം നിരോധിക്കരുത്, പലിശ വ്യാപകമായിട്ടുണ്ടാകണം എന്ന് പറഞ്ഞാലാണ് സമൂഹം അങ്ങേയറ്റത്തെ അരാജകവൽക്കരണത്തിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അരാജകവൽക്കരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നിനെക്കുറിച്ചും ഇവരുമിണ്ടില്ല. മാത്രമല്ല, ഒരു സ്ത്രീക്ക്, മുസ്ലിം സ്ത്രീക്ക് പകുതി കിട്ടിയുള്ളൂ എന്നതുകൊണ്ട് കൂടിയാൽ എന്താ സംഭവിക്കുക? മുസ്ലിം സ്ത്രീക്ക് പകുതി കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ച് കൂടിയാൽ സംഭവിക്കുക എന്താണ്? അതൊരു അനീതിയാണ്, അതല്ലെങ്കിൽ അതൊരു അസമത്വമാണ്. അത്രയേ കൂടിയേ സംഭവിക്കുള്ളൂ. എന്നാൽ മദ്യം ഇവിടെ ഉണ്ടാക്കുന്നത് അനീതിയും അസമത്വമാണോ? അല്ല, പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തുകയാണ്. കുടുംബത്തിലെ പെൺകുട്ടികൾ പിഴച്ചുപോകാൻ, നമ്മളൊന്ന് നടുവിൽ മദ്യം എന്ന് എഴുതിയതിന് ശേഷം മദ്യം സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രത്യാഘാതങ്ങളെ നമ്മളൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മദ്യപിച്ചതുകൊണ്ട് മദ്യപിച്ചവന്റെ കാശ് പോകും എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പലവിധമാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സാമ്പത്തികമായ നഷ്ടങ്ങൾ, ആത്മഹത്യ, അപകടങ്ങൾ, വാഹനാപകടങ്ങൾ, നിരപരാധികൾ കൊല്ലപ്പെടൽ, രോഗങ്ങൾ വരൽ, അതിനുവേണ്ടി ഗവൺമെന്റിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന പണം, ഇതൊക്കെ കൂടി ഒന്ന് ചേർത്ത് വച്ചാൽ ഈ വക വല്ല പ്രശ്നമുണ്ടാ? പുരുഷന്മാരുടെ പകുതി സ്ത്രീക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടാവോ? ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടത് എവിടെയാണ്? ഇവിടെയല്ലേ? ഇതെത്രയും പെട്ടെന്ന് നിരോധിക്കണം. ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്, അതുകൊണ്ട് ഇതെത്രയും പെട്ടെന്ന് നിരോധിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടവരല്ലേ? മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും പക്ഷത്ത് നിൽക്കുന്നവരാണ് ഈ പുരോഗമനവാദികളെങ്കിൽ. ആരും വാദിച്ചാലും. പക്ഷെ അവർ പറഞ്ഞ് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഞാൻ എന്തായാലും കേട്ടിട്ടില്ല. ഇവിടുത്തെ യുക്തിവാദികളും ഇവിടുത്തെ നിരീശ്വരവാദികളും നവനാസ്തികരും സ്വതന്ത്ര ചിന്തകരും എക്സ് മുസ്ലിങ്ങളും മറ്റും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആരും മദ്യം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടോ മദ്യം നിരോധിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന സ്ത്രീകളുടെ ഒപ്പമോ മദ്യനിരോധന സമിതിയുടെ ഒപ്പമോ ഇവരാരെയും കണ്ടതായിട്ട് നമ്മളാരും ഓർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെ എപ്പോഴും പറയുന്നത് എന്താ? ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും നാസ്തികരൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ദൈവമുണ്ടെന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല, ഞങ്ങൾ അതുകൊണ്ട് ദൈവമുണ്ടെന്ന് അംഗീകരിക്കില്ല. മതം പറയുന്ന ഒരു കാര്യത്തിന് യുക്തിയുടെ പിൻബലമില്ല, യുക്തിചിന്തയുടെയോ ബുദ്ധിയുടെയോ പിൻബലമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും അംഗീകരിക്കില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവത്തിന് തെളിവുണ്ടായിരുന്നെങ്കിൽ, ശാസ്ത്രീയമായ തെളിവുണ്ടായിരുന്നെങ്കിൽ ഇവര് 1000 ദൈവത്തിൽ വേണമെങ്കിൽ വിശ്വസിച്ചാൽ, ഇപ്പൊ തെളിവില്ലാത്തതാണ് പ്രശ്നം എന്നാണ് നമ്മൾ വിചാരിക്കുക. മതം പറയുന്നതിന് യുക്തിചിന്തയുടെ പിൻബലമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളത് വിശ്വസിക്കാതിരിക്കുന്നത് എന്ന്. ബുദ്ധിപരമായ സത്യസന്ധരാണിവരെങ്കിൽ, ഞാൻ ഇവരോട് ചേർത്ത് വെച്ച് ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവർ എത്രയോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവർ യൂട്യൂബിലിരുന്ന് തള്ളിമറിക്കുന്നത് മതങ്ങളുടെ വിമർശനം, മതങ്ങളിൽ വരുന്ന പോരായ്മകളും ദൈവത്തിന് തെളിവില്ലാത്ത കാര്യങ്ങളും അതിനകത്തെ യുക്തിരാഹിത്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ആളുകൾ യൂട്യൂബിലൊക്കെ കയറിയിരുന്ന്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കയറിയിരുന്നു കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ തള്ളിമറിക്കുന്നത്. അത് പറയുന്ന ന്യായം സയന്റിഫിക് ടെമ്പർ, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിക്കണം, സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാറ്റിനും തെളിവ് ശാസ്ത്രീയമായ തെളിവാണ്. ശാസ്ത്രം പറയുന്നതും ശാസ്ത്രജ്ഞൻ പറയുന്നതുമാണ് തെളിവ് എന്നാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മദ്യം ഇൻജൂറിയസ് ടു ഹെൽത്ത്, ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് ആരോഗ്യത്തിന് ഹാനികരമെന്ന്. അതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും ആ പ്രൊഡക്റ്റിന്റെ ബോട്ടിലിന്റെ പുറത്ത് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ക്യാൻസറസ് ആണ്, അത് കണ്ടിന്യൂസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലിവർ സിറോസിസ് അടക്കമുള്ള കരൾ രോഗങ്ങൾ വന്നുപെടും എന്നൊക്കെ ശാസ്ത്രീയമായിട്ട് വൈദ്യശാസ്ത്രവും ഇവര് പറയുന്ന മൊത്തം ശാസ്ത്രവും തെളിയിച്ചിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, അതിന്റെ ദൂരവ്യാപകമായ സോഷ്യൽ ഇമ്പാക്റ്റ്, സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഒരു യുക്തിചിന്തയും പ്രയോഗിക്കേണ്ട കാര്യമില്ല. നേരെ ചൊവ്വെ കണ്ണു തുറന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ നേരെ ചൊവ്വെ ഒന്ന് പത്രം വായിച്ചാൽ, നേരെ ചൊവ്വെ ഒന്ന് ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ആർക്കും മനസ്സിലാകും അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ, സ്ത്രീകൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അപകടം, ആത്മഹത്യ, വിഷാദരോഗം, മാനസിക രോഗം, നിരപരാധികൾ കൊല ചെയ്യപ്പെടൽ, അപകടങ്ങൾ, അതുപോലെ തന്നെ പരിക്കുകൾ, ഇതെല്ലാം ആർക്കും മനസ്സിലാകും.
ഇത്രയും ശാസ്ത്രീയമായി തെളിയിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഇവരുടെ നിലപാടെന്താണ്? ഇത് നിരോധിക്കണമെന്ന് ഇവരെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് ബാൻ ചെയ്യണം, നാഴികക്ക് 40 വട്ടം ദൈവവിശ്വാസം നിരോധിക്കണമെന്ന് വേണമെങ്കിൽ ഇവർ പറയും. മതവിശ്വാസം നിരോധിക്കണം, മതം ഇവിടെ ഇല്ലാതായാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഒത്ത ഒരു കാര്യമാണ്, മദ്യം ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നത് എല്ലാ ശാസ്ത്രീയ സത്യങ്ങളും തെളിവുകളുമുള്ള സംഗതിയാണ്. എന്നിട്ട് അതിവിടെ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന സ്ത്രീകളുടെ ഒപ്പം നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭരണകൂടം ഇത് നിരോധിക്കണം എന്ന് പറയുന്നത് നമ്മൾ എവിടെ വച്ചെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നമ്മളാരും അങ്ങനത്തെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടില്ല ഇവരുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇവർക്ക് ജനങ്ങളുടെ ക്ഷേമമോ സ്ത്രീകളുടെ പുരോഗതിയോ, എത്രയൊക്കെ പദ്ധതികളാണ് സർക്കാരിനുള്ളത് സ്ത്രീകളുടെ ക്ഷേമത്തിനു വേണ്ടി, അവരുടെ പുരോഗമനത്തിനു വേണ്ടി, അവരുടെ എംപവർമെന്റിനു വേണ്ടി. അതുകൊണ്ടാണല്ലോ 33% സ്ത്രീകൾക്ക് പിന്നെ തിരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് 33% സംവരണം വേണം. അത് നടപ്പാക്കുകയാണല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? എംപവർമെന്റ് ഓഫ് ലേഡീസ്, വിമൻ, അവരുടെ സ്ത്രീകളുടെ അവരുടെ എംപവർമെന്റിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അവരുടെ സകലമായ എംപവർമെന്റും അടിപടലം തകർത്ത് കളയുന്നതാണ് മദ്യം എന്ന് പറയുന്നത്. അത് നിരോധിക്കാൻ എന്താണ് ഇവർ സന്നദ്ധമാകാത്തത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്നവർക്കൊന്നും ഒരു ആത്മാർത്ഥതയില്ല. ഈ പറയുന്നവരൊന്നും ജനങ്ങളുടെ ക്ഷേമത്തിനല്ല നിലകൊള്ളുന്നത്, അവരവരുടെ മാത്രം ക്ഷേമത്തിനാണ്. ഇവർക്ക് ആളെ കിട്ടണമെങ്കിൽ, പ്രകടനം നടത്താൻ ആളെ കിട്ടണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രകടനം നടത്താൻ ആളെ കിട്ടണമെങ്കിൽ അരി മേടിക്കുന്ന 100 രൂപ കയ്യിലിരുന്നു എന്ന് പറഞ്ഞാൽ ആളെ കിട്ടൂല. നീ ഇതുകൊണ്ട് പോയി കുടിക്കുമെന്ന് പറഞ്ഞാൽ പ്രകടനത്തിന് ആളെ കിട്ടും. അതുകൊണ്ടാണ് ഇവരൊന്നും മദ്യം നിരോധിക്കാത്തത്. മാത്രമല്ല ഇവരുടെയൊക്കെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാനമായിട്ട് മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വരുമാനത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞ് ധാർമ്മികമായി തന്നെ ശരിയല്ല. കാരണം ആ വരുമാനത്തിനകത്ത് 10,000-കണക്കിന് പെണ്ണുങ്ങളുടെ കണ്ണുനീരുണ്ട്, 10,000-കണക്കിന് പെൺകുട്ടികളുടെയും കുട്ടികളുടെയും കണ്ണുനീരുണ്ട്. ആ കണ്ണുനീരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനവും ഈ രാജ്യവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ധാർമ്മികമാകും അതെന്ന് നമ്മൾ ആലോചിക്കണം. എന്നാൽ ഇവർ നാഴികക്ക് 40 വട്ടം പടവാളോങ്ങുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മദ്യം എന്ന് പറയുന്ന സ്ത്രീകളുടെ കണ്ണീരൊഴുകാത്ത, കുട്ടികളുടെ കണ്ണീരൊഴുകാത്ത ഈ മദ്യനിരോധനം എന്ന് പറയുന്നത് അങ്ങേയറ്റം ശാസ്ത്രീയമായും വ്യവസ്ഥാപിതമായും മനഃശാസ്ത്രപരമായും ഇസ്ലാം നിരോധിച്ചു എന്നുള്ളതാണ്. ഇതിനെ ആരെങ്കിലും പുകഴ്ത്തുന്നത് നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇസ്ലാം അത് ചെയ്തു, അതുകൊണ്ട് വലിയ കാര്യമാണ്. ഞങ്ങൾ ദൈവത്തെ വിമർശിക്കുമ്പോഴും, ഞങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ ഇത് കാണുന്നു, ഇത് വലിയ സംഗതിയാണെന്ന് എവിടെയെങ്കിലും ഇവർ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒന്നും സമൂഹത്തിലില്ലാത്ത, ഇവിടെ ഒന്നും നിലവിലില്ലാത്ത, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിമത്തം ഇസ്ലാമിലുണ്ട്, അടിമത്തം ഇസ്ലാം നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിരോധിച്ച സംഗതിയെക്കുറിച്ച് ഒരു വാക്കുകൊണ്ടെങ്കിലും പുകഴ്ത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിങ്ങളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം മദ്യനിരോധനം ഏർപ്പെടുത്തിയത് എത്രമാത്രം ശാസ്ത്രീയവും എത്രമാത്രം സൈക്കോളജിക്കലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി ആ സമൂഹത്തിലേക്ക്, ആ സമൂഹത്തിന്റെ മനോമണ്ഡലത്തിലേക്ക് അള്ളാഹുവിനെ കുറിച്ചും അഥവാ സർവേശ്വരനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ബോധ്യമുണ്ടാക്കി. അതിനുശേഷം ഇത് രണ്ടിനെ കുറിച്ചുമുള്ള ബോധമുണ്ടാക്കി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ്ലാമിന്റെ മദ്യനിരോധനത്തിലുള്ളത്. ദൈവത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ബോധ്യമുണ്ടാക്കി. രണ്ടാമത്തേത്, ആ സംഗതി അത്ര നല്ലതല്ല എന്ന ജ്ഞാനബോധമുണ്ടാക്കി. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു ഖംറിനെ കുറിച്ച് അഥവാ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ലോട്ടറിയെക്കുറിച്ചും അവർ താങ്കളോട് ചോദിക്കുന്നു. കുൽ, താങ്കൾ പറയണം, ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്. കുൽ ഫീഹിമാ, നബിയെ താങ്കൾ പറയുക, എന്തു പറയണം? അത് രണ്ടിലും നന്മയുണ്ട്, പക്ഷേ ആ നന്മയേക്കാൾ അതിനകത്ത് തിന്മയാണുള്ളത് എന്ന് താങ്കൾ ജനങ്ങളോട് പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുകയാണ്. ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്. ഇസ്മുൻ കബീറുൻ, അതിനകത്ത് ഒരുപാട് തിന്മയുണ്ട്. വ മനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഗുണങ്ങളുമുണ്ട്. ആ സത്യത്തെ ഇസ്ലാം നിരാകരിച്ചിട്ടില്ല. ആ സംഗതിയെ നിരാകരിക്കാതിരിക്കെ തന്നെയാണ് പറയുന്നത്. അതും ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അള്ളാഹ് പറയുന്നു, താങ്കൾ പറയണം, ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്,
അതിനകത്ത് ഒരുപാട് തിന്മകളുണ്ട്, പക്ഷേ ചില ഉപകാരങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അതിനകത്തുള്ള ഉപകാരം അതിനകത്തുള്ള ഉപദ്രവത്തെക്കാൾ തുച്ഛമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറെയുള്ളത് ദോഷമാണ്, തിന്മയാണ്, ഉപദ്രവമാണ്. ഈ ഒരു ജ്ഞാനബോധം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് അവരുടെ ഇടയിൽ ഉണ്ടാക്കി. അടുത്ത സ്റ്റെപ്പ് ഇസ്ലാം വയ്ക്കുന്നത് ഭാഗികമായ നിരോധനം പറഞ്ഞുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാത്ത സമയത്ത് മദ്യപിക്കാം എന്ന ഒരു അനുവാദം ഇസ്ലാം അപ്പൊ മദ്യപിക്കണം എന്നല്ല, മദ്യപിക്കാം എന്ന ഒരു അനുവാദം അപ്പൊ കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിന് സമീപിക്കുമ്പോൾ നിങ്ങൾ മദ്യപിക്കരുത്, നമസ്കാരത്തെ സമീപിക്കുമ്പോൾ മദ്യപിക്കരുത്. എന്നിട്ട് തൊട്ടുടനെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പറയുന്നത് എന്താണെന്ന് തിരിയാത്തൊരവസ്ഥ ഉണ്ടാകരുത്. അതിനാണ് നമസ്കരിക്കുമ്പോൾ മദ്യം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, പറയുന്നത് എന്താണെന്ന് തിരിയാത്തൊരവസ്ഥ ഉണ്ടാകും മദ്യപിച്ചാൽ. അങ്ങനെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഭാഗികമായ ഒരു പാർഷ്യൽ നിരോധനമാണ് അവിടെ വെച്ചത്. അവസാനം ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ, അഥവാ 5-ാം അധ്യായം 90-ാം വചനത്തിലൂടെ, മാഇദയിലെ 90-ാം വചനത്തിലൂടെ അള്ളാഹു സമ്പൂർണമായിട്ട് മദ്യനിരോധനം ഏർപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു, മദ്യവും അതുപോലെ തന്നെ ലോട്ടറിയും ചൂതാട്ടവും ഒക്കെ അങ്ങേറ്റം പൈശാചികമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കണം. ഫജ്തനിബൂ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കാൻ വേണ്ടി. ഈ വാചകം അവതരിച്ചതോടുകൂടി മക്കയിലുണ്ടായിരുന്ന എല്ലാ മദ്യഷാപ്പുകളും പൂട്ടി, അതുപോലെ തന്നെ മദ്യം സൂക്ഷിച്ചു വരുന്ന കലങ്ങളെല്ലാം താനെ മറിഞ്ഞു വീണു. അങ്ങനെ അവിടെ സമ്പൂർണമായ മദ്യനിരോധനം വരികയാണ്. 1400 കൊല്ലങ്ങൾക്ക് മുൻപ് ഇസ്ലാം മദ്യത്തെ നിരോധിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ അതിനെ ലളിതമായിട്ട് കാണരുത്. ലളിതമായിട്ട് നമ്മൾക്ക് കാണേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളാരും മദ്യപിക്കാത്തത് കൊണ്ടാണ് നമുക്കത് അത്ര വലിയ സംഗതിയെല്ലാം തോന്നുന്നത്. ഞാൻ ഈ ആദ്യം പറഞ്ഞ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് നമ്മൾ ഈ നിരോധനത്തെ പരിശോധിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അഥവാ 1400 കൊല്ലങ്ങൾക്ക് മുൻപ് ഇസ്ലാം ഈ 3 വാചകങ്ങളിലൂടെ സമ്പൂർണമായ ഇവർ കിടന്ന് പെടാപ്പാടുപെടുകയാണല്ലോ. മദ്യം യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യ ബോധമില്ലാതെ സർക്കാരിന് പെരുമാറാൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അന്ന് ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മദ്യം എന്ന് പറഞ്ഞത്. ആ മദ്യത്തെയാണ് നിരോധിച്ചത് അങ്ങേറ്റത്തെ മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ. ആ മദ്യനിരോധനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മദ്യനിരോധനത്തിന്റെ ബെനിഫിറ്റ് ഇന്ന് ഓരോ മുസ്ലിം കുടുംബത്തിലെയും സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്. ഈ 800 കോടി മനുഷ്യരിൽ 200 കോടി മനുഷ്യരും മുസ്ലിങ്ങളാണ്. ആ 200 കോടി മനുഷ്യരിൽ ഭൂരിഭാഗവും മദ്യം ഉപയോഗിക്കാത്തവരാണ്. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്? അതിന് ശാസ്ത്രീയമായ തെളിവുണ്ടായിട്ടല്ല, ഈ ഒരൊറ്റ വാചകത്തിന്റെ പിൻബലത്തിലാണ് ആ സമൂഹം അത് ഉപയോഗിക്കാതിരിക്കുന്നത്. അതിന്റെ പേരിൽ ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ചില്ലറയല്ല. ആ സമാധാനം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഒരുപക്ഷെ ആ സമാധാനം തിരിച്ചറിയാൻ കഴിയണമെന്നില്ല, കാരണം അവർക്ക് ആ സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ലോകത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സ്ത്രീകളും ഈ ഒറ്റ കാരണത്താൽ മാത്രം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്ലാം ആ സ്ത്രീകളുടെ കണ്ണീര് വീഴുന്നതാണ് തടുത്തു നിർത്തിയത്. കുട്ടികളുടെ നിലവിളികൾക്കാണ് ഒരു അവസാനമുണ്ടാക്കിയത്. അത് അവർക്ക് ഈ പകുതി കിട്ടുന്നതിനേക്കാൾ വലുതാണ്. സ്വത്തവകാശത്തിൽ അവർക്ക് പകുതി കിട്ടുന്നതിനേക്കാൾ അത്യത്ഭുതകരമായ ഒരു സംഭവമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതിന്റെ പേരിലൊന്നും നമ്മൾ കോംപ്ലക്സ് ആയിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പകുതിയേക്കാൾ അത്യത്ഭുതകരമായ സംഗതിയാണ് ഇസ്ലാം മദ്യം നിരോധിച്ചുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പിയത്, അല്ലെങ്കിൽ അവരുടെ കണ്ണീരൊഴുകാതെ അത് അടച്ചത്, ആ പഴുതടച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇസ്ലാം. ഇത് ഖുർആനിലൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് ആ നിരോധനത്തിന്റെ ഒരു രീതിശാസ്ത്രം, മെത്തഡോളജി, അതിന്റെ ഒരു ശാസ്ത്രീയത, അതിന്റെ ഒരു മനഃശാസ്ത്രപരത നമ്മൾ തിരിച്ചറിയുന്നത്. അത് വെറുതെ ഇരുന്നിങ്ങനെ ഓതിയാലൊന്നും നമുക്ക് ഈ സംഗതി തിരിയൂല. ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ നമ്മൾ ഇത് ഓതിപ്പോയിട്ടുണ്ട്, അപ്പോഴൊക്കെ ഇസ്ലാം മനഃശാസ്ത്രപരമായി ഇതിനെ സമീപിച്ചിട്ടുണ്ട് എന്ന ബോധം നമ്മൾക്കുണ്ടായിട്ടുണ്ടോ? അല്ല, നമുക്കുണ്ടായിട്ടില്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഒന്ന് നിവർത്തി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തിനാണ് ഇവിടെ ചേർത്ത് വെക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു സംഗതിയുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, വിശുദ്ധ ഖുർആൻ
മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യെഴുത്തു പ്രതിയല്ല എന്ന് തെളിയുന്ന വളരെ നമ്പർ 1 എവിഡൻസ് ആണ് ഈ പറയുന്നത്. മുഹമ്മദ് നബി തിരുമേനിയുടെ സ്വന്തം ഗ്രന്ഥമല്ല ഖുർആൻ, അത് അള്ളാഹുവിന്റെ വചനമാണ്. എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉത്തരം, അത് മുഹമ്മദ് നബിയുടെ സ്വന്തം, മുഹമ്മദ് നബിക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ ഇതൊരു വേദഗ്രന്ഥമാണ്, ഇത് ദൈവിക വചനമാണെന്നൊക്കെ പറഞ്ഞ് എഴുതി ഉണ്ടാക്കേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങളുള്ള, നാട്ടിൽ അധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന, നാട്ടിൽ ജനസ്വാധീനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനും 3 കാര്യത്തിൽ കൈവയ്ക്കില്ല. അത് അന്നും വെക്കില്ല, ഇന്നും വെക്കില്ല. ഏതാ 3 കാര്യം? ഒന്ന്, സെക്സിൽ കൈവയ്ക്കില്ല. രണ്ടാമത്തേത് അഥവാ വ്യഭിചാരത്തിൽ കൈവയ്ക്കില്ല. രണ്ടാമത്തേത് പലിശയിൽ കൈവയ്ക്കില്ല. മൂന്നാമത്തേത് മദ്യത്തിൽ കൈവയ്ക്കില്ല. ഇത് 3ഉം സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ഒരു ഭരണാധികാരി കൈവയ്ക്കില്ല. കാരണം ജനസ്വാധീനം വേണമെങ്കിൽ ഇത് 3ഉം അനുവദിക്കണം. ഇത് 3ഉം അനുവദിക്കണം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ നിർദ്ദയം ഇത് നിരോധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ഒരാൾക്കും അത് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ മനഃശാസ്ത്രപരമായി നിരോധിക്കുന്ന ഒരു സ്വാർത്ഥനായ നേതാവ് ഉണ്ടാവില്ല. എന്തിനാ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത്? അങ്ങനെ നിരോധിക്കണമെങ്കിൽ ഒറ്റ ഓർഡിനൻസ് ഇറക്കി അങ്ങോട്ട് നിരോധിച്ച പോരെ? മദ്യം ഇതിനകം നിരോധിച്ചിരിക്കുന്നു എന്നങ്ങോട്ട് പറഞ്ഞ പോരെ? എന്തിനാണ് ഈ 3 ഘട്ടങ്ങളിലായിട്ട് മദ്യനിരോധനം ഏർപ്പെടുത്തിയത്? അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്നതിനു കൂടിയുള്ള വ്യക്തമായ തെളിവാണ് ഈ 3 കാര്യങ്ങളും ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു, വിശുദ്ധ ഖുർആൻ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത്. ലോകത്തൊരുത്തിനും സാധിക്കില്ല. ഇന്നെന്ത് നിരോധിക്കാൻ പറ്റാത്തത്? ഈ 3 സംഗതിയും നിരോധിക്കുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇന്ന് ആധുനിക ലോകത്ത് ജനാധിപത്യത്തിന്റെയും അതുപോലെ തന്നെ മതനിരപേക്ഷതയുടെയും അതുപോലെ തന്നെ ശാസ്ത്രബോധത്തിന്റെയും ഒക്കെ കാലത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾ പലിശ നിരോധിക്കുക, മദ്യം നിരോധിക്കുക, വ്യഭിചാരം നിരോധിക്കുക, ഇത് സാധിക്കുമോ? ഇവർക്കിത് കഴിയുമോ? ആലോചിക്കാൻ കഴിയുമോ? ഇവരിത് ചെയ്യുമോ? ചെയ്യില്ല. കാരണം ചെയ്താൽ ജനങ്ങൾ അതോടുകൂടി പിരിഞ്ഞു പോകും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടപ്പാക്കിയത്. ഈ ബോധം ഒന്നാമത് നമുക്ക് വേണം, മുസ്ലിങ്ങളായ നമുക്ക് വേണം. അതിൻ്റെ ഒരു ഡിഗ്നിറ്റി, ആ ബോധം നമുക്കുണ്ടാവണം. ഇസ്ലാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ആകപ്പാടെ ഒരു അപകർഷതാബോധമായി, അപ്പോൾ ഇസ്ലാം ആകപ്പാടെ ഒരു സംഗതി, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലാത്തൊരു സാധനമാണ്, ഇതിനകത്ത് ഒരുപാട് തകരാറുകളുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനെ പ്രമാണമായി മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കിതൊക്കെ വളരെ ശാസ്ത്രീയമാണ്, മനഃശാസ്ത്രപരമാണ് എന്ന് നമുക്ക് തിരിയും. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പഠിക്കുകയും സമൂഹത്തിലെ ആളുകൾക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കുകയും ചെയ്യാൻ നമ്മൾ സന്നദ്ധമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.